തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് പുരോഗമിക്കുന്നു. നിയമസഭ, ലോക്സഭ വോട്ടർ പട്ടികയും തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയും തമ്മിൽ ബന്ധമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ വിലയേറിയ സമയമാണ് പാഴാക്കി കളയുന്നതെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഹിയറിംഗിനിടെ വ്യക്തമാക്കി. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, ഏതായാലും ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് സംബന്ധിച്ചാണല്ലോ ഹൈക്കോടതിയിലേക്ക് വൈഷ്ണ പോവുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതാണ് ഇതിൻ്റെ ശരിയായ വസ്തുത. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും വോട്ടർ പട്ടിക രണ്ടും രണ്ടാണ്. ഇതിൽ പേര് ചേർക്കപ്പെടാതെ പോയത് എങ്ങനെയെന്ന് വ്യക്തമാക്കേണ്ടത് വൈഷ്ണ തന്നെയാണ്. എന്താണ് ഇപ്പോൾ ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ചേർക്കാൻ കഴിയുന്ന മറ്റ് വിവരങ്ങൾ? എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച ഹിയറിംഗ് അത് പുരോഗമിക്കുകയാണ്. വൈഷ്ണ സുരേഷും അതോടൊപ്പം തന്നെ ഈ വൈഷ്ണ സുരേഷിന്റെ പേര് നീക്കം ചെയ്യണമെന്ന പരാതിക്കാരൻ ധനേഷ് കുമാറും ഈ നേരിട്ട് ഇലക്ഷൻ കമ്മീഷൻ മുന്നിൽ ഹാജരായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ വൈഷ്ണ സുരേഷിനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിയമസഭ, ലോക്സഭ വോട്ടർ പട്ടികയും തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയും അത് രണ്ടും രണ്ടാണ്, യാതൊരു ബന്ധവുമില്ല എന്നത് തന്നെയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. രണ്ടുപേരെയും ഇരുത്തി ഒരു ഹിയറിംഗ് നടത്തണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഹിയറിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വൈഷ്ണയുടെയും അതോടൊപ്പം തന്നെ വൈഷ്ണയുടെ കുടുംബത്തിന്റെയും പേരുകൾ ആ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള അപേക്ഷകളൊക്കെ തന്നെയും കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന UDF തിരുവനന്തപുരം നഗരസഭ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന വൈഷ്ണ സുരേഷ്, ഈ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്ത് ആ വ്യക്തിയുടെ വോട്ട് ചേർക്കേണ്ടത് അത് ഒരു വ്യക്തി തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ആ വോട്ട് ചേർക്കുന്ന സമയത്തൊക്കെ തന്നെയും അഡ്രസ്സിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം നൽകിയപ്പോഴും ഈ അഡ്രസ്സിലൊക്കെ തന്നെയും ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിയത്. പിന്നാലെ ഇത്തരത്തിൽ ഹൈക്കോടതി അടക്കം സമീപിച്ചുകൊണ്ടാണ് വൈഷ്ണ സുരേഷ് ഇപ്പോൾ ഈ ഹിയറിംഗിന് ഹാജരായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വൈഷ്ണ സുരേഷിന് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിലയേറിയ സമയം പാഴാക്കുന്നു എന്ന തരത്തിലുള്ള അടക്കമുള്ള വാക്കുകളാണ് വൈഷ്ണ സുരേഷിന്റെ ഹിയറിംഗിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത്. എന്തായാലും നേരത്തെ സിജു പറഞ്ഞതുപോലെ തന്നെ നിയമസഭയുടെയും ലോക്സഭയുടെയും തെരഞ്ഞെടുപ്പ് പട്ടികയും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഉള്ള ഈ വോട്ടർ ലിസ്റ്റും അത് രണ്ടും രണ്ടാണ്. അതിൽ പേര് ചേർക്കേണ്ട ഉത്തരവാദിത്വം അത് തങ്ങൾക്കുണ്ട്. അതൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്കും ഇത്തരത്തിലുള്ള ഒരു കർത്തവ്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അത് വീഴ്ച വന്നു എന്നുള്ളത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഹിയറിംഗ് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഷ്ണ സുരേഷും അതോടൊപ്പം തന്നെ വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പരാതി നൽകിയ ധനേഷ് കുമാറും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഹിയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, സുലേഖ ശശികുമാറാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.